PSC പരീക്ഷകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ആളുകള് ഒരു PSC പരിശീലനത്തിന് അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന രൂപങ്ങൾ പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ഈ രൂപത്തിലാണെന്ന് ആലോചിക്കുക. നമ്മൾ ഒരു വഴിയിലേക്ക് ഇറങ്ങി, റോഡ് വൈകുന്നേരമാണ്, വെറുതെ നമ്മൾ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് നടക്കുകയാണ്. വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക്, ഇത്ര ഉദ്ദേശമുള്ളൂ. സൂര്യൻ ഇങ്ങനെ ചുമന്ന് തുടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല ഒരു ഫോറസ്റ്റ് വ്യൂ ഒക്കെ കിട്ടും, ഒരു നടപ്പാത. നമ്മളതിലെങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ അവിടെ കാണുന്ന നല്ല കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പോവുകയാണ്. അതിനിടയ്ക്ക് ചിലപ്പോ പഴുത്ത മാങ്ങ കിട്ടും, അത് കഴിച്ചു നോക്കുന്നു. അത് കഴിഞ്ഞ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പഴങ്ങൾ കിട്ടും, അത് കഴിച്ചു നോക്കുന്നു. അതിനിടയ്ക്ക് ഒരു കഫ്റ്റീരിയ ഉണ്ട്, അവിടെ കയറി ചായ കുടിക്കുന്നു. ഈ രൂപത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ, എനിക്ക് ലക്ഷ്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ അവൻ അതേപോലെ തിരിച്ചു വരും, അത്ര ഉദ്ദേശമുള്ളൂ. ഇവൻ ആരോടെങ്കിലും ചോദിക്കുവോ ഇയാളുടെ നടത്തം എങ്ങനെയായിരിക്കും? വളരെ സ്ലോ ആയിരിക്കും. രണ്ടാമത് മനസ്സിന് സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല, വളരെ സാവകാശം സമാധാനത്തിൽ അങ്ങനെ നടന്നു പോവാണ്. മൂന്നാമത്തത് ഒരു ലക്ഷ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് വേറെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഇല്ല. ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ തിരിച്ചു വരാനുള്ള സമയം കൂടെ ഒന്ന് നോക്കണം, അത്രയേ ഉള്ളൂ. ഇനി PSC കാരനാണ് അടക്കുക, PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾ. ഇതേ അപ്രോച്ചാണ് അയാൾക്കെങ്കിൽ എപ്പോഴെങ്കിലും PSC കിട്ടും. ആലോചിച്ച് നോക്കി. അയാൾ PSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റാങ്ക് ഫയൽ വാങ്ങുന്നു, കുറെ പഠിച്ചു നോക്കുന്നു, കുറെ എന്തെങ്കിലുമൊക്കെ എഴുതി നോക്കുന്നു, കുറെ വീഡിയോ കാണുന്നു, യൂട്യൂബ് എടുക്കുന്നു, കുറെ വീഡിയോസ് ഒക്കെ കാണുന്നു, പിന്നെ കുറച്ച് പഠിച്ചു നോക്കുന്നു, അങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് ഏതോ ഒരു LGS വിളിച്ചു എന്ന് പറഞ്ഞു, അപേക്ഷ കൊടുക്കുന്നു. പിന്നെ ഏതോ ഒരു LDC വിളിച്ചു എന്ന് പറയുന്നു, അപേക്ഷ കൊടുക്കുന്നു. ഇവന് ശരിക്കും അറിയൂല എന്താ ശരിക്കും PSC വിളിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ്, അതിനൊക്കെ എന്ത് ക്വാളിഫിക്കേഷൻ, എന്ത് ക്രൈറ്റീരിയ ആണ് വേണ്ടത്. മാത്രമല്ല കട്ട് ഓഫ് എത്രയാണ് വരാറ്, എവിടെയൊക്കെയാണ് നിയമനങ്ങൾ നടക്കുന്നത്, റിസർവേഷൻ എങ്ങനെയാണ്, എനിക്ക് റിസർവേഷൻ ഉണ്ടോ ഇല്ലയോ, അതിനെന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണോ, ആപ്ലിക്കേഷൻ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പെർഫെക്റ്റ് ആണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിനെന്തായാലും പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങി, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പരീക്ഷകൾ എഴുതാനുള്ള അവസരങ്ങൾ ഉണ്ടോ, അത്തരത്തിലുള്ള ഏജൻസികൾ ഏതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് ഇനി എനിക്ക് ഈ പ്രിപ്പറേഷൻ എത്ര സമയം, ജീവിതത്തിൽ എത്ര മാസം മാറ്റിവെക്കാൻ പറ്റും, എത്ര വർഷം എനിക്ക് ഈ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും, എപ്പോഴാണ് എനിക്കൊരു ജോലി കിട്ടേണ്ടത്, ഇങ്ങനെയൊക്കെ എഴുതി തയ്യാറാക്കി എനിക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, അത് പഠിച്ചു തീർക്കാൻ എൻ്റെ മുമ്പിൽ എത്ര സമയമുണ്ട്. അപ്പൊ ഇന്നതാണ് സിലബസ്, ഇത്രയൊക്കെ എനിക്ക് പഠിക്കാനുണ്ട്, അത് കറക്റ്റ് വിഷ്വലൈസ് ചെയ്ത് അതിന് ഓരോ മാസവും ടാർഗറ്റ് വെച്ച് ഈ രൂപത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി SSLC പരീക്ഷ എടുത്താൽ മതി. നമ്മുടെ മുമ്പേ വീഡിയോയിൽ പറഞ്ഞ പോലെ അത്തരത്തിലൊരു SSLC പരീക്ഷയുടെ അപ്രോച്ചിൽ പഠിക്കുന്ന ഒരു PSC കാരൻ അവന് ജോലി കിട്ടും എന്നുള്ളത് 100% നമുക്ക് എഴുതി സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതും എത്രയും വേഗം കിട്ടും എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും 90%, 99 എന്ന് പറഞ്ഞിട്ട് എക്സാഗ്രേഷൻ ആക്കുന്നില്ല, 90% PSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഞാൻ ആദ്യം പറഞ്ഞ ഈ കാഴ്ച കാണാൻ പോകുന്ന ആളുകളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറവാണ്. അപ്പൊ നിങ്ങൾ പറയും സാർ അങ്ങനെ പറയരുത്, കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ അല്ലേ എന്ന്. നിങ്ങൾ അറിയോ 10 ലക്ഷം അപ്ലിക്കേഷൻസ് ആണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക്, UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഇയർലി കിട്ടുന്നത്. 10 ലക്ഷം അപ്ലിക്കേഷൻ. അതിൽ 5 ലക്ഷം ആളുകളെ പരീക്ഷ തന്നെ എഴുതുള്ളൂ. 10 ലക്ഷത്തിൽ 5 ലക്ഷം, നേരെ 50. ഇനി ഈ 50% അല്ലെങ്കിൽ 5 ലക്ഷത്തിലുള്ള ആളുകളില് 50,000-ഓളം ആളുകളെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നത് കിട്ടും. അതായത് നേരെ 5 ലക്ഷത്തിന്റെ 10% ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ ഒരു 5% ആളുകളാണ് ശരിക്കും പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി സിവിൽ സർവീസിന്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുക. 50% മാർക്കുള്ള, അതായത് 2025 മാർക്ക്, ഒരു 1000 മാർക്ക് കിട്ടിയ റാങ്ക് കിട്ടും. മിക്കവാറും ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒക്കെ ആയിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, കോമ്പറ്റീഷൻ എവിടെയാ? പഠിക്കാത്ത ആളുകൾക്കിടയിലാണ്. ഈ 5 ലക്ഷത്തിൽ 50,000 നമ്മൾ കയറി കഴിഞ്ഞാൽ 50,000-നോട് കോമ്പീറ്റ് ചെയ്യുന്നതാണോ, ബാക്കി 4 ലക്ഷത്തിനോട് യുദ്ധം ചെയ്യുന്നതാണോ എളുപ്പം? 50,000-ഓടാണ്. മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയാൽ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് 1000 ആളുകളെ മുൻകടക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, മാത്സ്, ഇംഗ്ലീഷ് പോലത്തെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ
പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്, അതിന്റെ ബേസിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ബാക്കിയൊക്കെ ആസ് നോർമൽ ആസ് യൂഷ്വൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും പൊളിറ്റി ആണെങ്കിലും എക്കണോമി ആണെങ്കിലും കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഈ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ എളുപ്പത്തിൽ കയറാൻ കഴിയും. ഇത് ഞാൻ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. യൂട്യൂബിൽ ടോപ്പ് സ്റ്റോക്ക് എടുത്ത് നോക്ക്. ഓരോരുത്തരും എത്ര ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ട്, ഓട്ടോറിക്ഷക്കാർ, കൂലിത്തൊഴിലാളികൾ, ഇങ്ങനെ ഇയർഫോൺ വെച്ചിട്ട് പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് കേട്ടിട്ട് പഠിച്ച് പരീക്ഷ പാസ്സായി. നമുക്ക് കാണാനില്ലേ അങ്ങനെ എന്തെന്തൊക്കെ എക്സാമ്പിൾസ്. അപ്പൊ ശരിക്കും നമുക്കൊരു വിൽ പവർ ഉണ്ടാകുക, വില്ലിങ്നെസ് ഉണ്ടാകുക, പ്ലാനിങ് ഉണ്ടാകുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസിൽ ഓരോരുത്തർക്കുള്ള അഡ്വാൻറ്റേജസ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്കുള്ള ചാൻസ് ആണ് ഇത് എന്നുള്ളത്. ഓക്കെ, സീ യു ഓൾ. താങ്ക് യു.